ഏച്ചിയാണ് നേതൃത്വം വഹിക്കുന്ന ട്രിപ്പ്. അപ്പം ഏച്ചി പറയുന്നത് നമ്മൾ 5ാം ക്ലാസ്സിലെ കുട്ടികളാണ്. അപ്പൊ 5ാം ക്ലാസ്സിലെ കുട്ടികളെ ടൂർ കൊണ്ടുവന്നാന്നാ പറയുന്നത്. പാമ്പാണോ? പാമ്പ് ശരിക്കും പാമ്പിനെ കഴുത്തിട്ട് പോ. അതാ തുപ്പല് ഫുള്ള്. അല്ലേ? എന്തോ ഇഷ്ടപ്പെടാത്ത കാര്യം നടന്നിട്ടുണ്ട്. നിക്കാലിന്റെ മൊത്തം എഴുതിച്ചിട്ടുണ്ട്. ഞങ്ങള് വൈത്തിരി എത്തിയിട്ടുണ്ട്. സുരഭി ചേച്ചി ഞങ്ങളെ കൊണ്ടുപോകുന്ന ട്രിപ്പല്ല, ഏച്ചിയാണ് നേതൃത്വം വഹിക്കുന്ന ട്രിപ്പ്. അപ്പം ഏച്ചി പറയുന്നത് നമ്മൾ 5ാം ക്ലാസ്സിലെ കുട്ടികളാണ്. അപ്പൊ 5ാം ക്ലാസ്സിലെ കുട്ടികളെ ടൂർ കൊണ്ടുവന്നാന്നാ പറയുന്നത്. അപ്പൊ ഞങ്ങളിപ്പോ എത്തിയിട്ടുള്ളത് എവിടെയാ? വൈത്തിരി ഫാം. ഇവിടെ പാമ്പുണ്ട്, കുതിരയുണ്ട്, എന്തൊക്കെയോ ഉണ്ട്. പോയി നോക്കവാ. ടിക്കറ്റ് പെർ പേഴ്സൺ 200 rupees ആണല്ലേ. അപ്പൊ ഞങ്ങൾ 6 ആൾക്കാര് 1500. തെറ്റിച്ചതൊക്കെ ഞാൻ എവിടെയോ കേട്ടപ്പോ പറഞ്ഞത്. അപ്പൊ ഇത് ഞാൻ കട്ട് ചെയ്യും. ഓക്കെ, ഞാൻ കണക്കില് കണക്കാൻ കൂട്ടാണ്ട് വെറുതെ അങ്ങ് പറഞ്ഞു. എനിക്കറിയില്ല, ഞാൻ കാൽക്കുലേറ്ററിൽ കൂട്ടിട്ട് പറഞ്ഞു. ശരിക്കും എത്ര രൂപയാ? എത്ര രൂപയാ? സോറി, 1200, 1500 എന്നൊക്കെ. 1200 കേട്ടോ. അതെ, ആണ്. സംശയായി പെട്ടെന്ന്. ഞങ്ങള് സെലിബ്രിറ്റീസ് ആട്ടോ. ഇൻസ്റ്റഗ്രാം നോക്കെ ബ്ലോഗ്. എന്നാലേ ആ ഫൈൻ ഒന്ന് കട്ട് ചെയ്യാൻ പറ്റുമോ? സന്തോഷത്തിൽ പ്ലീസ്. സോറി, ഞങ്ങക്ക് ഏച്ചിന്റെ നമുക്ക് പ്രിവിലേജ് ഉണ്ട്. ഏച്ചിന്റെ ഇതിൽ ഞങ്ങക്ക് ഫ്രീ ആയിട്ട് കിട്ടി. ശരിക്കും സൂക്ഷിച്ചു നോക്കിയേ. ഇനി ഇട്ടോ, ഇനി ഫോട്ടോ എടുക്കാൻ ആൾക്കാർ വരും. ഇട്ടോ അതൊക്കെ നമുക്ക് എല്ലാത്തിലും അങ്ങ് കേറിയാലോ. ഇതെല്ലാം അങ്ങ് എക്സ്പ്ലോർ ചെയ്യാം. പക്ഷെ ഏറ്റവും സൈഡിൽ പോയിരിക്കും. എനിക്ക് കാണില്ല ഇതിൽ. എന്തെങ്കിലും പറഞ്ഞു കൊത്തോ നീ? ഓ വാവ്, ഇതിന്റെ സൗണ്ട് ഇട്ടാണോ? പഞ്ചവർണ്ണ വെച്ച് പാട്ടോട്. പോലെ പഞ്ചവർണ്ണ തത്ത പോലെ കൊഞ്ചി. അമ്മോ, തലയെല്ലാം പൊളിഞ്ഞു പോട്ടോ. നൈസ്. പാവം. പാമ്പാണോ? പാമ്പ് എങ്കേ? അതിന്റെ ഫുഡെല്ലാം ആയിരിക്കും. ഇതൊക്കെ എന്തൊക്കെയാ? ഇതിലെന്തെങ്കിലും ഉണ്ടോ? സ്പൈഡറിന്റെ. പക്ഷെ സ്പൈഡറെ കാണാനില്ല. എന്താ? എലിയാണോ? എന്താ? ഓടിക്കോ. എന്താ? അണ്ണാനല്ലേ? ഇതിലെന്താ? പാമ്പ്. ഇതിലെന്താ പാമ്പ്? ഗോഡ്, കാണുന്നുണ്ടോ നിങ്ങള്? ഓ, ഇത് ഇപ്പുറത്തുണ്ട്. ഇതൊക്കെ കടിക്കാത്ത പാമ്പാന്ന് തോന്നുന്നു കേട്ടോ. ഇതുണ്ടോ? ദാ ഇവിടെ ആൾക്കാരെ കാണുന്നില്ലേ നീ? അല്ല, ഇത് പാമ്പിട്ട മുട്ടയാണോ? നിക്കാലിന്റെ കണ്ടുപിടുത്താണേ. ഉറങ്ങാണോ? മയങ്ങി കിടക്കാണല്ലോ. ആടാ. ഓ, ഇതൊക്കെ മര്യാദക്ക് കാണാൻ പറ്റുന്നില്ല. എനിക്ക് പേടിയാ.
തൊടുമ്പോ കാണുമ്പോ ഒരു ബുദ്ധിമുട്ട് മനസ്സിന്റെ. പേരെന്താ? ഇതേതാ പാമ്പ്? പൈത്തൻ. ഇങ്ങ കയ്യില് വെക്കാൻ ഭയം. ரொம்ப பயம்டா മുടിയാതെ. ഇതൊക്കെ മെക്സിക്കൻ ബ്ലാക്ക് കിങ് സ്നേക്ക്. ഏട്ടൻ വെക്കും, ഏട്ടന് പേടില്ല. അയ്യോ വെടിക്കാണ് ഏട്ടാ. ഷക്കീബ് പാമ്പിനെ തൊട്ട് വാ, കഴുത്തിലിട്ട് ഷക്കീബ്. ആ സോ 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 ഷക്കീബ് പാമ്പിനെ കഴുത്തിലിട്ട് വാ. ദൂരേന്ന് കാണാം, വാ ദൂരേന്ന് കാണാം. കാണാ ദൂരേന്ന് കാണുമ്പോ പേടി തൊടു. നിക്കാലെ ടച്ച്, നിക്കാലെ ടച്ച്, ടച്ച് ചെയ്യട മോനെ. പോയി സോ പോയി. ഏച്ചി വരില്ല. ഏച്ചി പിന്നെ സ്വപ്നം കണ്ട ഏച്ചിനെ പെരുമ്പാമ്പ് വിഴുങ്ങുന്നത്. ഇനി ചേച്ചി ഒരിക്കലും വരില്ല. ഞാൻ തൊടൂല മോനെ, എനിക്ക് മാനസിക ബുദ്ധിമുട്ട്, ട്രോമ ആവും. പൊന്നൂസ് തൊട്, തൊട്. ഏട്ടൻ തൊടുവോ? ഏട്ടൻ തൊടു ഏട്ടാ. ഏട്ടൻ ഇങ്ങനെയൊക്കെ പിടിച്ചിട്ടുണ്ട്. ഓക്കെ ഡൺ. ഗോ വേ, ഗോ വേ, ഗോ ഗോ ഗോ. നമ്മളടുത്ത കിളി വരുന്ന് തോന്നുന്നു, നോക്കാം. വരുവോ? ഒരു കിളി പോലും മൈൻഡ് ആക്കുന്നില്ലല്ലോ. എന്താക്കണം? ഭക്ഷണം കൊടുക്കണോ? പപ്പായ കൊതിയന്മാരാണോ? ഇച്ചിരി തരുടാ. വാ. എന്താ വിളിക്കണ്ടേ? കഴിഞ്ഞോ? ഇത്ര ഉള്ളു തോന്നുന്നല്ലേ. ഏച്ചിന്റെ അടുത്ത് വന്ന പോലെ കൊറേ വന്നില്ലാലോ. കഴിഞ്ഞോ? എന്റെ തേച്ച് കുടിക്കാറുണ്ട്. മതി, ആൾക്കാർ ഉണ്ട്, അവരെ കയറിക്കോട്ടെ. താങ്ക് യു. എന്തൊക്കെ ഏച്ചി പേടിയായി തോന്നുന്നു. ഇതില് കണ്ടോ ആ കൊരങ്ങൻ? എന്താ അത്? കുഞ്ഞി സാൻ അല്ലേ? അല്ല, അതിന്റെ പേരല്ല കൊരങ്ങനല്ലടാ, അതിന്റെ പേരെന്തോ പറയും. എന്താടാ? ഈനാം പേച്ചത്? അത് ഈനാം പേച്ചി എന്താ? മരേ കാണുന്നില്ല. സൂപ്പ് മീനിന്റെ ഇതുണ്ട് കേട്ടോ. ആ സോറി മറ്റേ കുട്ടി പശു. അമ്മണി പശു തിന്നോ? അതാ തുപ്പല് ഫുള്ള്. ഓ ഗോഡ്. കുരുത്തക്കേടാണോ? കുരുത്തക്കേടാണോ? പശു നക്കിയ മുടി, പശു നക്കിയ മുടി കേട്ടിട്ടില്ലേ? അതെ, ഈ പശു തിന്നെ മുടി. എന്താ പശു ഇങ്ങനെ? കുണ്ടന്നൂരോ? പൊങ്കന്നൂര്, കുണ്ടന്നൂര്. ഓക്കെ, ഓവർ ഓവർ.
കൊടുക്കാൻ തന്നെ ഒന്നുകൂടെ കൊടുത്തുമോ കൊടുത്തു. പൊട്ടെല്ലാം തൊട്ടുണ്ട്. സുന്ദരി സുന്ദരനാണോ സുന്ദരിയാണോ? ഐ ഡോണ്ട് നോ, ലെറ്റ് മീ ചെക്ക്. കാണില്ല എന്താ. നെക്സ്റ്റ് സോ നോക്ക്. ചെറിയൊരു പേടി ആ മുഖത്തുണ്ട്. ഇതിലേക്ക് പേടിയില്ല. ഞാൻ ആദ്യമായിട്ട് എക്സ്പ്ലോർ ചെയ്യുന്ന. ശരിക്കും അത് ഇങ്ങനെ മേത്ത് നിൽക്കുമ്പോ എന്താ ഫീല്? കൈ വേനിക്കുണ്ട്. വെയിറ്റ് നല്ല വെയിറ്റ് ഉണ്ട്. ഓക്കെ ബൈ. ഈസ് വെരി ലേസി ഐ തിങ്ക്. കണ്ണൊക്കെ ഉണ്ട്. ചെരുപ്പിട്ടിട്ട് ഇറങ്ങാലോ. ചെരുപ്പിട്ടിട്ട് വന്നൂടെ? അറിയില്ല, പേടിയാ. ചന്തി കൊള്ളു. പോട്ടെ. തലകുട്ടി പോട്ടെ. ആ ഇനി ഇതില് പോവാ. നെക്സ്റ്റ് ഉന്നി പോട്ടെ. ഞാൻ അടുത്ത ഇതില് ഇത് നമ്മള് തള്ളി വിടണോ? ഇനി നമ്മൾ ഇവിടുന്ന് വരെ ഫ്രീ ആയിട്ട് തരുന്ന എന്ത് മൊഴിയിട്ടായിരുന്നു? പാഷൻ ഫ്രൂട്ട് മൊഴിയിട്ടും വെറുതെ ഓസിക്ക് ഞണ്ണാൻ പോകുന്നു. അങ്ങനെ കെട്ടിപ്പിടിക്കുന്ന തായ്ലൻഡ് എത്തി. തായ്ലൻഡ് എത്തി. എല്ലാരും അയിലക്കര. ചേച്ചി മാത്രം സ്പെഷ്യൽ. ഇത് ആനച്ചവിട്ടി എല്ലാം തോന്നുന്നു കേട്ടോ. ഓ വാവ്, ഹെൽത്തി. എനിക്കറിയില്ല. ബാക്കി എല്ലാരും അയിലക്കര. ഓണെല്ലാം ചുട്ട പൊള്ളനായി. From here? അനൂപ് പറഞ്ഞ സ്ഥലത്തേക്കല്ലേ കൊണ്ടുപോകുമ്പോൾ? നമ്മളിപ്പോ പോയ സ്ഥലം വ്ളോഗില് പറയാ, പോയ സ്ഥലം അത്ര സെറ്റ് ആയില്ല. അപ്പം നമ്മൾ വേറൊരു സ്ഥലത്തേക്ക് പോയി നോക്കാൻ പോവാണ്. അപ്പം അവിടത്തേക്ക് കാണിക്കാം. ഫൈനലി നമ്മള് ഡെസ്റ്റിനേഷൻ എത്തി. പൂള് നിക്കാലി പൂള് കാണിക്കാ. സൂപ്പർ പൂളാട്ടോ. പൂള് കാണുന്നുണ്ടോ? നന്നായി കാണിക്കാം. നമ്മള് ജസ്റ്റ് ഇത് അവിടെ എത്തി വണ്ടി പാർക്ക് ചെയ്തിട്ട് നിക്കാണ്. ഒന്നും എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. ഇവിടെ ആക്ച്വലി ഇപ്പൊ ആരും താമസിക്കുന്നില്ല കേട്ടോ. ആരുമില്ല, ഗസ്റ്റ് ആയിട്ട് അങ്ങനെ ആരുമില്ല. ഇവിടെ എന്തൊക്കെയോ പണിയൊക്കെ നടക്കുന്നത് കൊണ്ട് ഇങ്ങനെ സെറ്റാക്കി വെച്ചിട്ടുള്ളവര്. അപ്പൊ അനൂപേട്ടനാണ് നമുക്കിത് സെറ്റാക്കി തന്നെ. അപ്പൊ ഇവിടെ ഒരു പയ്യനുണ്ട് എന്നാ പറഞ്ഞത്. ആ പയ്യനെ കണ്ടു കഴിഞ്ഞാല് അവൻ ബാക്കി ഏതാ റൂം കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് തരാന്ന് പറഞ്ഞു. എന്തായാലും നമുക്ക് നോക്കാം. അപ്പൊ ഒന്ന് സെറ്റിലായിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. നിന്റെ അടുത്ത് ആ പോക്കറ്റില് എന്താടാ? ബൊഗൈൻവില്ല നിറയെ ഉണ്ട്. ഇവിടുന്ന് എനിക്ക് വേണ്ട കുറെ ചെടികൾ കിട്ടുന്നാണ് തോന്നുന്നത്. നല്ല ഫ്രെയിം അല്ലാണ്ട് അല്ലെ? ഫുൾ ബൊഗൈൻവില്ല ആണല്ലോ. ഓ ആ ഇവിടെ ആരും കാണുന്നില്ല, പക്ഷെ ആളനക്കം ഉണ്ടാവും. ഭക്ഷണം അതിന് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് പൂളൊന്ന് കണ്ടിട്ട് വരാം. നമ്മൾ പൂളിന്റെ അടുത്ത് വന്നതാ. അപ്പൊ ഞാൻ പൂൾ ആദ്യം കാണിക്കാന്ന്. കുറച്ച് കഴിഞ്ഞിട്ട് പൂളിലൊക്കെ ഇറങ്ങണമെന്ന് വിചാരിക്കുന്നു. ആ ഒരു ഡീസന്റ് സ്മോൾ പൂൾ.
വാന്നൊക്കെ കൊള്ളാം. സമാധാനമുള്ള സ്ഥലം, അങ്ങനെ വേറെ ആൾക്കാരൊന്നും ഇല്ലാത്തത് കൊണ്ട് ഇനിയിപ്പൊ ഉണ്ടെങ്കിലും നമുക്കൊരു പ്രൈവസി ഉണ്ട്. എല്ലാം വേറെ വേറെ അല്ലേ വരുന്നത് അല്ലേ. കൊള്ളാം. റൂം ഓപ്പൺ ചെയ്ത് തരാൻ ആരെയും കണ്ടില്ല. ആ ചെക്കൻ നമുക്ക് കണ്ടു കഴിഞ്ഞാലേ പരിപാടി നടക്കുള്ളൂ. അപ്പൊ റൂം കാണുന്ന സമയത്ത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഹലോ ഹലോ. ഏയ് അതെ ഒന്ന് പോയി ബൈറ്റില്ല. ഇവിടെ എങ്ക പോയാലും എന്തെങ്കിലും പെറുക്കുമല്ലോ. കിട്ടി. എന്റെ കൊറേ വർഷമായിട്ട് ഞാൻ തെരഞ്ഞെടുക്കണ സാധനം അത്. നോക്കി നോക്കാം. ആ ഇത് പണ്ട് നമ്മള് കല്ലമ്പാറ നിൽക്കുന്ന സമയത്ത് ഞങ്ങളെ വീട്ടിന്റെ ബാക്കിൽ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇതുവരെ കഴിച്ചില്ല. പണ്ട് വരുമ്പോ ചെറുതില്. മോനെ എന്താ പറയാ, നിനക്കെന്താ ഇവിടെ കാര്യം? എന്താ ഇവിടെ കാര്യം? പൂച്ചക്ക് എന്താ എന്താ കാര്യം? ഏയ് അതല്ല കറയടാ. എന്ത്? ഓപ്പൺ ചെയ്. ഓപ്പൺ കറോ ഭയ്യ. ഇതൊക്കെ കറയണ. കറയാ. നോക്ക്. പച്ചല്ല, പച്ചയാണ്. ആ റൂമിൽ പോയി കാണാം. അടിപൊളിയായിട്ട് തൊലിക്കാം നമുക്ക്. ആയിരിക്കും അത് മുറിക്കുമ്പോഴുള്ളൊരു ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ നോക്കാം, നമുക്കൊന്നു സെറ്റിൽ ആവാ. അത് പോയി നോക്കാം. സൂവാ. ഇപ്പൊ എങ്ങനെയായോ? വെറുത്ത് പോയോ? എത്രയോ പ്രാവശ്യം വെറുത്ത്. 1000 15,000 ഞങ്ങളെ കൂടെ നടക്കുന്നത്. ഏച്ചി കളരിയ മോനെ, കളരി. ഉച്ചിലൊക്കെ ആയിട്ട് കറക്കട്ടെ. വിടുമ്പോ പിടിക്കാൻ പാടില്ല. അതുകൂടെ നോക്കാം. അതാ ഇത് രണ്ടെണ്ണം ഓപ്പൺ ആയിട്ടുള്ള റൂം ടൂർ ഉണ്ട് അല്ലേ. ചേച്ചി പറ. മഴയൊക്കെ വേണമെന്ന് എങ്ങനെ പറഞ്ഞ എന്താ ചെയ്യാലേ. ജനറേറ്റർ ഉണ്ടോ? ഇൻവെർട്ടർ ഉണ്ട്. സെറ്റ് ഓൾ സെറ്റ്. ജനറേറ്റർ ഇല്ലല്ലേ? തീക്കാഞ്ഞാനി സുരഭി ചേച്ചി പറഞ്ഞ പെയ്യും. ഇന്ന് പെയ്യോ? അങ്ങനെ പറഞ്ഞാലൊന്നും പറ്റില്ല. അതൊക്കെ ഒരു ഇത് വേണം. ഏതാ? ഇൻഡ്യൂഷൻ വേണം, എനിക്കൊരു മോട്ടിവേഷൻ വേണം നിങ്ങളെ ശപിക്കാന്. അങ്ങനെയൊക്കെ ഉണ്ട്. ഓ ഗോഡ്. ഇത് കാറ്റ്സ് ഗ്ലോയാന്ന് തോന്നുന്നു അല്ലേ? ചെരുപ്പ കഴിച്ചു. അതിനുള്ള സ്പേസ് ഉണ്ട്. 2 റൂമും ഉണ്ട്. പുറത്തും ബെഡ് ഉണ്ട്. കേറുമ്പോ തന്നെ ഇങ്ങനെ ഒരു സ്പേസ്. ഇത് ഒരു ഓപ്പൺ കിച്ചൺ. ഇവിടെ ആരും താമസിച്ചിട്ടില്ല കേട്ടോ. നമ്മൾ ആദ്യമായിട്ട് വരുന്നത്. അപ്പം അല്ല, അവര് മാത്രമേ താമസിച്ചിട്ടുള്ളൂ. ആര്? ഓണർ മാത്രം. അല്ലാതെ ഗസ്റ്റ് ആയിട്ട് ആരും വന്ന് താമസിച്ചിട്ടില്ല. വാഷ്റൂം. പൂച്ച നമ്മളെ കൂടെ എടുക്കുക. ഇതൊരു റൂം. ഇത് ഷിക്കു. ഹായ്. വാഷ്റൂം. ഹായ്.
മുകളിലേക്ക് ഒരു സ്പേസ് ഉണ്ട്, ഞാൻ കാണിക്കാം. അതിന് മുന്നേ നമുക്ക് ഈ റൂം കൂടി കാണാം കേട്ടോ. ഇവിടെ ഒരു മിറർ ഉണ്ട്. ഇവിടെ ഒരു കബേർഡ് ഉണ്ട്. ഇതിന്റെ വാഷ്റൂം ഇവിടെ വരുന്നത്. വാഷ്റൂം ഒക്കെ സ്പേഷ്യസ് ആണ്. ഇവിടെ ഒരു ബാൽക്കണി വരുന്നുണ്ട്. നല്ല അല്ലേ? ഞാൻ മുകളിലും കൂടി കാണിക്കാട്ടോ. മുകളിലെങ്ങനെ ഒരു ചെറിയ സ്പേസ്. അങ്ങനെ ഇരുന്ന് ചില്ല് ചെയ്യാനൊക്കെ പറ്റിയൊരു സ്പേസ്. പിന്നെ ഇതാ ക്യാരംസ് ഉണ്ട്. നൈസ്. സോ ഇടിയൊക്കെ വിട്ടുണ്ട്. അപ്പൊ ഇന്ന് മഴ പെയ്യാനുള്ള ഒരു ചാൻസ് കാണുന്നുണ്ട്. സ്വിഗ്ഗി ഉണ്ടാവും. ഇത് 3 കിലോമീറ്റർ വ്യത്യാസം കൽപ്പറ്റ, അത്രേ ഉള്ളൂ. കൊള്ളാല്ലേ? എന്തോ ഇഷ്ടപ്പെടാത്ത കാര്യം നടന്നിട്ടുണ്ട്. നിക്കാലിന്റെ മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ട്. എന്തോ ഇഷ്ടപ്പെടാത്ത കാര്യം നടന്നിട്ടുണ്ട് അവന്റെ മുഖത്തിന്റെ. അവന്റെ വണ്ടി മേടിച്ചിട്ട് പോയോ? എന്തേ ഇഷ്ടപ്പെട്ടില്ല? പുറത്തറിയാൻ പറ്റില്ല. എന്തോ നിക്കാല് പുറത്ത് പറയാൻ പാടില്ലാത്ത കാര്യം ചെയ്തിട്ടുണ്ട്. ഞാനല്ലേ ചെയ്തത്, വേറെ പലരുമാണ് ചെയ്തത്. ഇപ്പം പുറത്ത് പറയാൻ പറ്റാത്തതുകൊണ്ട് പറയില്ല. എനിക്കും അറിയില്ല. ഇത് ഞാൻ കട്ട് ചെയ്തിട്ട് ഞാൻ അറിയട്ടെ. ഓ വേണ്ട. അയ്യോ വേണ്ട പിന്നെ പറയാന്ന്. ഹായ്, ഗുഡ് മോർണിംഗ്. സമയം ഇപ്പം 10:20 നമ്മൾ ഈ പ്രോപ്പർട്ടിയിൽ നിന്ന് ഇറങ്ങാൻ നിൽക്കുകയാണ്. അപ്പോൾ ഞാനിപ്പം വൈൻഡപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഈ പ്രോപ്പർട്ടീൻ്റെ പേര് ആംബിയൻ്റ എന്നാണ് കേട്ടോ. നമ്മളാണ് ഫസ്റ്റ് ഇവിടെ ഗസ്റ്റായിട്ട് വന്ന് നിൽക്കുന്നത്. ഇത് ഫുൾ ഫ്ലെഡ്ജിൽ തുടങ്ങിയിട്ടില്ല ആക്ച്വലി. നമ്മളിങ്ങനെ വയനാട്ടിൽ വരിക എന്ന് പറഞ്ഞപ്പം നമ്മുടെ ഒരു ബ്രദറുണ്ട് അനൂപേട്ടൻ. അപ്പോൾ അനൂപേട്ടൻ ഞങ്ങൾ വിളിച്ച് ചോദിച്ചു എന്തെങ്കിലും പ്രോപ്പർട്ടി അറിയുമോ എന്നൊക്കെ ചോദിച്ചപ്പോൾ അനൂപേട്ടൻ പറഞ്ഞു അനൂപേട്ടൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു പ്രോപ്പർട്ടി ഉണ്ട്, നിങ്ങളൊന്ന് പോയി നോക്കൂ എങ്ങനെയുണ്ട്, ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ അവിടെ സ്റ്റേ ചെയ്തോ എന്നുള്ള പോലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് ഇന്നലെ വൈകുന്നേരം. ആദ്യം ഒരു പ്രോപ്പർട്ടി പോയി നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കത് അത്ര സെറ്റായില്ല. അതുകൊണ്ട് പിന്നെ വേറൊരു പ്രോപ്പർട്ടി പറഞ്ഞു, ഇത് നിങ്ങൾ പോയി നോക്കൂ, ഓക്കെ ആണെങ്കിൽ നിങ്ങൾ സ്റ്റേ ചെയ്തോ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞങ്ങൾ ഇവിടെ എത്തിയത്. ഇവിടെ എത്തിക്കഴിഞ്ഞപ്പം അടിപൊളിയാണ്. അടിപൊളി എന്ന് പറഞ്ഞാൽ ഒരു പ്രീമിയം ലക്ഷറി കൈൻഡ് ഓഫ് സ്റ്റേ ആണ് ഇവിടെ. അപ്പം നമുക്ക് 2 കോട്ടേജ് പോലെയാണ് തന്നിട്ടുണ്ടായത്. ഒന്ന് ഇതാ ഇതിലാണ് സ്റ്റേ ചെയ്തിട്ടുണ്ടായത്. ഇവിടെ താഴെ 2 റൂമും മുകളിലും പിന്നെ നമുക്കൊരു എന്താ പറയുക എൻജോയ് ചെയ്യാനൊക്കെ പറ്റിയൊരു സ്പേസും ഉണ്ട്. പിന്നെ വേറൊരു സ്പേസ് ഇതായിരുന്നു കണ്ടോ, അതിൽ സുരഭി ചേച്ചിയും പൊന്നും സ്റ്റേ ചെയ്ത്. ഞാനും ഏട്ടനും ഷിക്കാബും നിക്കാലും ഇതിലാണ് നിന്നിട്ടുണ്ടായത്. പൂളുണ്ടായിരുന്നു. പൂളിൽ എൻജോയ് ചെയ്ത ക്ലിപ്സൊക്കെ ഞാൻ ഇതിന് മുന്നേ ആഡ് ചെയ്യും, അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. അങ്ങനെ അപ്പോൾ അടിപൊളിയായിരുന്നു, നല്ല സ്റ്റേ ആയിരുന്നു. ഇത് വരുന്നത് വയനാട് കൽപ്പറ്റയിൽ നിന്ന് ഒരു 4 കിലോമീറ്റർ ഒന്ന് ട്രാവൽ ചെയ്യണം. എന്നാലും നമുക്ക് എല്ലാം ആക്സസബിൾ ആയിട്ടുള്ളൊരു പ്ലേസ് തന്നെയാണ് കേട്ടോ. നമുക്ക് ഇവിടെ സ്വിഗ്ഗി അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഉണ്ട്. നെസ്റ്റോ, കൽപ്പറ്റ നെസ്റ്റോ എല്ലാം ഉണ്ട്. അങ്ങനെ നല്ലൊരു സ്പേസാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ ഈ വ്ളോഗ് ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ടാറ്റ, അടുത്ത വ്ളോഗിൽ കാണാം കേട്ടോ. ബൈ.